നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ടിമ്പർ. എന്തൊക്കെയാണ് ടിമ്പറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ അല്ലേ, അതിൻ്റെ കേടുപാടുകൾ, അതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മരത്തടികൾക്ക് താഴെ പറയുന്ന തകരാറുകൾ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. എന്താണ് പറയുന്നത്? ഒന്നാമത്തെ ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ, അതായത് നമ്മളിതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്കായിട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന തകരാറുകൾ. അതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തകരാറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത് പറയണതാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന തകരാറുകൾ. ഒന്നാമത് പറയണതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് മൂലമുണ്ടാകുന്ന തകരാറുകൾ. രണ്ടാമത് എന്താണ് പറഞ്ഞത്? ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്റ്റ്, പ്രാണികൾ അല്ലേ, അത് പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാകുന്ന തകരാറുകൾ. പിന്നെ എന്താണ് പറഞ്ഞത്? ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ്, അതായത് നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ. ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ. ഇത്രയാണ് നമുക്ക് എന്തിനെ ബാധകമായിട്ട് വരുന്നത്? കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് 1, 2 ഇത്രയും ഡിഫക്റ്റുകളാണ് നമുക്ക്. ഒന്ന് കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ, രണ്ടാമത് പറയുന്നത് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് മൂലം, മൂന്നാമത് പറയുന്നത് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ്, അതായത് ഇൻസെക്റ്റുകൾ മൂലം, നാലാമത് പറയുന്നത് ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ്, പിന്നെ പറയുന്നത് ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. ഇങ്ങനെ ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്, ഇങ്ങനെ 4 രീതിയിൽ 5 രീതിയിൽ നമുക്ക് ഡിഫക്റ്റുകൾ പഠിക്കാനുണ്ട്. സാധാരണ ഡിഫക്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യനായിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ പേരുകളുണ്ട് നമുക്കിതിൽ പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതായത് പെട്ടെന്ന് മെമ്മറിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മളിപ്പോൾ ഒരു ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയാറുണ്ട്. എന്തായാലും നമുക്കത് എന്തൊക്കെയാണ് ഈ 5 ടൈപ്പ് ഡിഫക്റ്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ പറയണതാണ് എന്ത്? ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ ചെയ്യുമ്പോൾ അതിലെന്താ അത് ഇവർ പറയണമെന്ന് നോക്കിയേ. അതായത് പണിത്തരങ്ങളായിട്ട് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തകരാറുകൾ. അതായത് ഈ മരം നമ്മൾ അറക്കുന്ന സമയത്ത് അറുത്തെടുക്കുന്ന സമയത്തുണ്ടാകുന്നത്, അതുപോലെ അത് പ്ലെയിൻ ചെയ്യുമ്പോൾ മരത്തിൻ്റെ ഉപരിതലത്തിൽ പലതരത്തിലുള്ള അടയാളങ്ങൾ, നമ്മളതിനെങ്ങനെ ഇത് ചെയ്യില്ലേ, എന്തെന്ന് അതിനെ പറയാം, പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സർഫസിനെ നമ്മൾ മിനുസമുള്ളതാക്കി മാറ്റില്ലേ. ആ മാറ്റുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, ഈ ആശാരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. അത് ചെയ്യുന്ന സമയത്ത് അപ്പോഴുണ്ടാകുന്ന ഡിഫക്റ്റുകൾ, അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുന്നു. ഇപ്പോൾ നമുക്കത് ജനലാവാം, ഡോറാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടിമ്പർ പ്രൊഡക്റ്റുകളായിരിക്കാം, ഫർണിച്ചറുകളാവാം. അപ്പോൾ ആ രീതിയിലേക്ക് അതിന് മാറ്റപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ്. അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളിതിൻ്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 3 പേരുകളാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ. അതിൽ നമ്മൾ കൺവേർട്ടിങ് ടിമ്പർ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ ടിമ്പറിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളതിനെ കൺവേർട്ടിങ് ടിമ്പർ എന്നാണ് പറയാനുള്ളത്. അതായത് കൺവേർട്ട് ചെയ്യണം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളത് അതുപോലെ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഡിഫക്റ്റ്, അതാണ്. അടുത്തത് എന്താണ് പറയുന്നത്? ഫംഗസ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റുകൾ. ഇനി എങ്ങനെയാണ് ഫംഗസ് മൂലം ഡിഫക്റ്റുകൾ വരുന്നത്? ഇപ്പോൾ ജലാംശം അല്ലേ, നമുക്കറിയാം ഇങ്ങനെ
ജലാംശത്തിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യത്തിൽ മരത്തിൽ വളരുന്ന വളരെ സൂക്ഷ്മമായ സസ്യമാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസ് ബാധ മൂലം മരത്തിൻ്റെ ഉപരിതലത്തിൽ നിറം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മരം ചെറുതരികളായി മാറി പൊള്ളയാകാനും ഇടയാകുന്നു. ശരിയായി സീസണിങ് ചെയ്ത മരം നനവില്ലാതെയും നന്നായി പെയിൻറ്റിങ് ചെയ്തും ഫംഗസ് ബാധ കുറയ്ക്കാമെന്നും അതിൻ്റെ ഒരു റെമഡിയും കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഫംഗസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ കുത്തി അങ്ങനെ ഉള്ളൊക്കെ പൊള്ളയായിട്ട് മാറുന്ന ഒരു തരം എന്താ പറയുക ഡിഫക്റ്റാണ് ഈ ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതിൻ്റെ ജലാംശവും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാനുള്ളൊരു മാർഗം കൂടി അവർ പറയുന്നുണ്ട്. എന്ത്? സീസണിങ് ചെയ്ത മരം നനവില്ലാതെയും നന്നായി പെയിൻറ്റിങ് ചെയ്തും ഫംഗസ് ബാധ കുറയ്ക്കാമെന്ന്. അതായത് നമുക്ക് വാർണിഷ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു പരിധി വരെ ഫംഗസ് ബാധ നമുക്ക് കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയണത്? സീസണിങ് നടത്താമെന്ന് പറയുന്നുണ്ട്. ഈ സീസണിങ് എന്നുള്ള വാക്കും നമ്മളിതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതായത് സ്റ്റോൺ എടുക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസണിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റോണിലും പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്, മരത്തിലും വരുന്നത്. അതായത് ടിമ്പറിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്കറിയാമല്ലേ, ടിമ്പറിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അത് എന്താ പറയുക, വളർച്ചയുടെ ഘട്ടത്തിൽ അതിന് വെള്ളം ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ അതിലുള്ള ആ ഒരു ഇതിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് സീസണിങ് എന്നുള്ളത്? എന്താണ്? അതിൻ്റെ അകത്തുള്ള ഈർപ്പത്തിനെ, മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആരാ വന്നേ? ആരാ പോയേ? സീസണിങ് എന്ന് നമ്മൾ പറയുന്നത്. മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കാനുണ്ട്. സീസണിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതായത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേ മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയുണ്ട്, രസതന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ കാണിക്കുന്നുണ്ട്. അതായത് മരം അവർ ഈ ജനലും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മരം ഒരു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കിയിടുന്നതും ആയിട്ടുള്ളൊരു പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സീസണിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ സീസണിങ് നടത്തിയ മരം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതും അല്ല വാർണിഷ് പോലെയുള്ള പെയിൻറ്റിങ് നമുക്ക് കൊടുക്കുന്നതും നമുക്ക് എന്തിൽ നിന്ന് കുറയ്ക്കാം? ഫംഗസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ് അല്ലേ, പ്രാണികൾ ഉണ്ടാക്കുന്ന തകരാറുകൾ. അതായത് ഇപ്പോൾ പ്രാണികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണെന്നത്. വണ്ടുകളുടെയും ചിതൽ, ബീറ്റിൽസ് ആൻഡ് ടെർട്ടൈൽസ് അല്ലേ, ടെർമിറ്റ്സ് ആൾ മാറിയിട്ടാ. ചിതലിൻ്റെയും അതുപോലെ തന്നെ വണ്ടുകളുടെയൊക്കെ ആക്രമണം മൂലമുണ്ടാകുന്ന മരം നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം പ്രാണികളൊക്കെ ഇങ്ങനെ കുത്തുന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ ഓരോ സംഭവം അല്ലേ. തേക്ക് തുടങ്ങിയ നല്ല മരങ്ങളിൽ ചില രാസവസ്തുക്കൾ ചിതലിനെ അകറ്റി നിർത്തുന്നതാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ രാസവസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. വാർണിഷ് പോലെയുള്ള സംഭവങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ പറയുന്നത് നാച്ചുറൽ ഫോഴ്സ് അല്ലേ, നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് വൃക്ഷം ചെറുതായിരിക്കുമ്പോൾ ഏൽക്കുന്ന ആഘാതം മൂലം അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ പല രൂപമാറ്റങ്ങളും ഉണ്ടാകാം. ഇതിന് ബേൾസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്നതാണ് ബേൾസ് എന്ന് പറയുന്നു. വൃക്ഷത്തിൻ്റെ പോറലേറ്റ ഭാഗം മൂടപ്പെടുന്ന മൃദുലമായ ആ ഒരു തൊലിയെ കാലസ് എന്നാണ് പറയുന്നത്. പ്രകൃതിയിലെ രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായി മരത്തിൽ നിറമാറ്റങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ മരത്തിൻ്റെ വളർച്ച കാരണം ആനുവൽ റിങ്ങുകൾ വികസിച്ച് ബലക്കുറവുണ്ടാകും. ഇതിനെ കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നു. ജീവൻ നശിച്ച മരത്തിൻ്റെ ഭാഗങ്ങൾ ചുവപ്പ് നിറമായി ഭാരം കുറഞ്ഞ്
തകരാറ് വന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ ഡെഡ് വുഡ് എന്ന് പറയുന്നു. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നത്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളുണ്ടാകുന്നത് മൂലമുണ്ടാകുന്നു, ഫംഗസ് മൂലമുണ്ടാകുന്നു. പിന്നെ നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇത് മൂന്നും നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങോട്ട് പോകുന്നു അല്ലേ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നാച്ചുറൽ ഫോഴ്സ് ആയിട്ട് ഉണ്ടാകുന്ന ഇതിങ്ങനെ ചോദിക്കാറുണ്ട് വൺ വേർഡിൽ. ബേൾസ് എന്തിൻ്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഇതാണ് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ വുഡിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ, വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് ബേൾസ് എന്തിൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നാച്ചുറൽ ഫോഴ്സിൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ് വുഡിന് ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ബേൾസ് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ വൃക്ഷത്തിൻ്റെ പോറലേറ്റ ഭാഗം മൂടപ്പെടുന്ന മൃദുലമായ തൊലിയെ നമ്മൾ കാലസ് എന്ന് പറയുന്നു. അതുപോലെ പ്രകൃതിയുടെ രാസവസ്തുക്കളുടെ ഫലമായിട്ട് മരത്തിൽ നിറമാറ്റങ്ങളും ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെയാണ് കോഴ്സ് ഗ്രെയിൻ. ചിലപ്പോൾ മരത്തിൻ്റെ അസാധാരണ വളർച്ച കാരണം ആനുവൽ റിങ്ങുകൾ വികസിച്ച് ബലക്കുറവുണ്ടാകും. ഇതിനെ നമ്മൾ കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ആ കോഴ്സ് ഗ്രെയിൻ എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആനുവൽ റിങ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഒരു മരത്തിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത് ഒരു റിങ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. റിങ് ഉണ്ടാവില്ല, പക്ഷെ ആ റിങ് ഒരു വട്ടം ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പുതിയ ആ ഒരു വളർച്ചയുടെ ഘട്ടം അനുസരിച്ചിട്ട് ഓരോ വർഷത്തിലും ഇതിന് ആ റിങ്ങുകൾ രൂപപ്പെട്ട് വരും. അതാണ് ആനുവൽ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആനുവൽ റിങ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് ആ മരത്തിൻ്റെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ മരത്തിന് എത്ര പ്രായമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ആനുവൽ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇത് അസാധാരണമായ വളർച്ച വരുമ്പോൾ ഈ ആനുവൽ റിങ്ങിന് ബലക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് കോഴ്സ് ഗ്രെയിൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഏരും കൂടി അതൊന്നും അടിയിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ജീവൻ ഇത് നശിച്ച, അതായത് ഇപ്പോൾ ഇടിമിന്നലേറ്റിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഭാഗം പിന്നെ അത് വളർച്ച ഇന്നൊന്ന് പോയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ചുവപ്പ് നിറം വന്ന് അത് ഭാരം കുറഞ്ഞ് അത് അവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, ഡെഡ് പോർഷൻ ആണ് നമ്മൾ ഡെഡ് വുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാണ് പറഞ്ഞാൽ ഡെഡ് വുഡ്. പിന്നെ അവിടെ പറഞ്ഞുകൊണ്ട് വളർച്ചയില്ല അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഡെഡ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം, നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്നതാണത്, നാച്ചുറൽ ഫോഴ്സിൽ തന്നെ വരുന്നതാണ്. വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം മുറിച്ച് മാറ്റിയാൽ തടിയിൽ ആ ഭാഗത്ത് ക്രമേണ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയെന്ന് വിചാരിക്കുക. ആ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്രമേണ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. കെട്ടുപിണഞ്ഞ റിങ്ങുകൾ മൂലം അവിടെ ഉറപ്പുള്ള ഭാഗമായി തീരുന്നു. ഇതിനെ നോട്ട് എന്ന് പറയുന്നു. ആ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ നോട്ട്, ബേൾസ്, അതുപോലെ തന്നെ കോഴ്സ് ഗ്രെയിൻ, ഇതൊക്കെ എന്ത് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്? നാച്ചുറൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ബേൾസ്, നോട്ട്സ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോഴ്സ് ഗ്രെയിൻ, ഇതൊക്കെ എന്തിൻ്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്? നാച്ചുറൽ ഫോഴ്സിൻ്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്. വലിയ നോട്ടുകൾ കൂടുതലായുള്ള മരം നിർമ്മാണ ജോലികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ശിഖരങ്ങൾ ശരിയായ വിധം മുറിക്കാതിരുന്നാൽ ആ ഭാഗം വളർന്ന് തള്ളി വരുന്നു. ഇതിനെ റിംഗ് കാൾ എന്ന് പറയുന്നു. മരത്തിൻ്റെ ഈ ഭാഗം ബലമില്ലാത്തതും ഈട് നിൽക്കാത്തതും ആണ്. അപ്പോൾ റിംഗ് കാൾ. അപ്പോൾ ഒരു പേരും കൂടി ആയ ബേൾസ്, നോട്ട്സ്, കോഴ്സ് ഗ്രെയിൻ, റിൻഡ് കാൾ. ഇതും എന്തിൻ്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്? നാച്ചുറൽ ഫോഴ്സിൻ്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള വിള്ളലുകൾ മരത്തിൽ ഉണ്ടാകാം. ഇവയെ ഷെയ്ക്ക് എന്നാണ് പറയുന്നത്. ഷെയ്ക്ക് അങ്ങനെ കുലുക്ക പോലെ ഉണ്ടാവില്ലേ, ഇവയെ ഷെയ്ക്സ് എന്ന് പറയുന്നു. കാലാവസ്ഥാ മാറ്റവും തടിയുടെ ചുരുങ്ങലും പശയുടെ നഷ്ടവുമാണ് ഇതിന് കാരണം. അപ്പോൾ അടുത്ത പേരാണ് ഷെയ്ക്സ്. ഏതൊക്കെ ഇനി ആ ഷെയ്ക്സിൻ്റെ ചെറിയ ക്ലാസിഫിക്കേഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫോഴ്സ് ഇപ്പോൾ 4-5 രീതിയിലാണ് നമ്മൾ ഡിഫക്റ്റുകൾ പറയുന്നത്. അതിലൊന്നാമത്തെ ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? കൺവേർഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. രണ്ടാമത്തെ ഡിഫക്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഫംഗസ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഇൻസെക്റ്റ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റ്. നാലാമത് പറഞ്ഞത് ഇൻസെക്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു?
നാച്ചുറൽ ഫോഴ്സ് മൂലമുണ്ടാകുന്ന അതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ബോൾസ്, കോഴ്സ് ഗ്രെയിൻ, അതുപോലെ തന്നെ നോട്ട്സ്, അതുപോലെ റിൻഡ് ഗ്ലാസ്. ഇത്രയും നോട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്നതാണ് എന്ത്? ഷെയ്ക്സ് എന്തിൻ്റെ? നാച്ചുറൽ ഫോഴ്സിൻ്റെ ഡിഫക്റ്റ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഇനി എന്താണെന്ന് നോക്കാം. ആനുവൽ റിങ്ങുകളിൽ വിട്ടുവിട്ട് കാണുന്ന വിള്ളലുകളെ കപ്പ് ഷെയ്ക്ക് എന്നും ആനുവൽ റിങ്ങുകളിൽ പൂർണ്ണമായി കാണുന്ന വിള്ളലുകളെ റിങ് ഷെയ്ക്ക് എന്നും പിത്ത് മുതൽ പുറംതൊലി വരെ വിള്ളലിനെ ഹാർട്ട് ഷെയ്ക്ക് എന്നും പുറംതൊലി മുതൽ സാപ്പ് വുഡ് വരെ ഉണ്ടാകുന്ന വിള്ളലിനെ സ്റ്റാർ ഷെയ്ക്സ് എന്നും പറയുന്നു. അപ്പോൾ ഷെയ്ക്സ് തന്നെ എത്ര തരത്തിലുണ്ട്? 4 തരത്തിൽ വരുന്നുണ്ട്. റിങ്, സ്റ്റാർ, കപ്പ്, ഹാർട്ട് ഷെയ്ക്ക്. അതൊക്കെ എന്തിനെ ബാധിക്കുന്നതാണ്? ഈ ആനുവൽ റിങ്ങിനെ ബാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതായത് വിള്ളലുകൾ വരുന്നത്, ചെറുതോ വലുതോ ആയിട്ടുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഈ ഷെയ്ക്ക് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് അത് ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ പേരുകളൊക്കെ നമ്മൾ കൊടുത്തിട്ട്. അതായത് ആനുവൽ റിങ്ങുകളിൽ വിട്ട് കാണുന്ന വിള്ളലുകളെ, കപ്പ് ഷെയ്ക്കിൻ്റെ ചിത്രം അവർ കൊടുത്തിട്ടുണ്ട്. വിട്ട് കാണുന്ന വിള്ളലുകളെയാണ് എന്തെന്ന് പറയുന്നത്? കപ്പ് ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഇനി ആനുവൽ റിങ്ങുകളിൽ പൂർണ്ണമായി കാണുന്ന വിള്ളലുകളെ റിങ് ഷെയ്ക്ക് എന്ന് പറയുന്നു. അതായത് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മൾ റിങ് ഷെയ്ക്ക് എന്ന് പറയുന്നത്. പിന്നെന്താ പറയണത്? പിത്ത് മുതൽ പുറംതൊലി വരെ വിള്ളലിനെ ഹാർട്ട് ഷെയ്ക്ക് എന്ന് പറയുന്നു. അതായത് നമ്മുടെ പിത്ത് മുതൽ പുറംതൊലി വരെ കിടക്കുന്ന ആ ഒരു ഇതുപോലെ ഇങ്ങനെ വരുന്ന വിള്ളലിനെ നമ്മൾ എന്ത് പറയുന്നു? ഹാർട്ട് ഷെയ്ക്ക് എന്ന് പറയുന്നു. പിന്നെ പുറംതൊലി മുതൽ സാപ്പ് വുഡ് വരെ ഉണ്ടാകുന്ന വിള്ളലിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാർ ഷെയ്ക്ക് എന്ന്. ഇങ്ങനെ കാണുന്ന വിള്ളൽ, അതായത് ഇത് കാമ്പിയലയർ വരെ ഉള്ളൂ അല്ലേ, പുറംതൊലിയിൽ മാത്രമല്ലോ, ഔട്ടർ ഇന്നർ മാത്രമല്ലോ, അങ്ങനെ വിട്ട് കിടക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാർ ഷെയ്ക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഷെയ്ക്ക് തന്നെ എത്ര തരത്തിലുണ്ട്? 4 തരത്തിൽ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നാച്ചുറൽ ഡിഫക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി കൃത്യരൂപമില്ലാതെയും എണ്ണത്തിൽ കൂടുതലായും കാണുന്ന സ്റ്റാർ ഷെയ്ക്സിനെ റേഡിയൽ ഷെയ്ക്സ് എന്നും പിരിഞ്ഞ നിലയിൽ കാണുന്ന ഫൈബറുകളെ ട്വിസ്റ്റഡ് ഫൈബർ എന്നും മരം അമർന്ന് തകരാറായ ഭാഗത്തെ അപ്സെറ്റ് എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റഡ് ഫൈബർ, റേഡിയൽ ഫൈബർ, അതുപോലെ തന്നെ അപ്സെറ്റ്. പിന്നെന്താ പറയുന്നത്? ജലസമ്പർക്കം മൂലം നിറം മാറിയ മരഭാഗത്തെ വാട്ടർ സ്റ്റെയിൻ എന്നും കാലാവസ്ഥ മാറ്റം കാരണം തടിയിൽ സംഭവിക്കുന്ന ചുരുങ്ങലിനെ വിൻഡ് ക്രാക്സ് എന്നും പറയുന്നു. അതായത് ജലസമ്പർക്കം മൂലം നിറം മാറിയ ടിമ്പറിൻ്റെ ഭാഗത്തിനെ എന്ത് പറയുന്നു? വാട്ടർ സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ കാലാവസ്ഥാ മാറ്റം കാരണം തടിയിൽ സംഭവിക്കുന്ന ചുരുങ്ങലിനെ നമ്മൾ എന്ത് പറയുന്നു? വിൻഡ് ക്രാക്സ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇത്രയും പേരുകൾ ഇതിൽ വരുന്നുണ്ട്. നാച്ചുറൽ ഫോഴ്സിനാണ് ഏറ്റവും അധികം പേരുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ഡിഫക്റ്റ് മൂലം ഉണ്ടായതാണ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റണം. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ നാച്ചുറൽ ഫോഴ്സിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അടുത്താണ് സീസണിങ് മൂലം ഉണ്ടാകുന്ന തകരാറുകൾ. എന്തൊക്കെയാണ് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്? മരത്തടികൾക്ക് സീസണിങ് മൂലം ഉണ്ടാകുന്ന തകരാറുകൾ താഴെ പറയുന്നു. വിവിധ രീതിയിൽ മരം നമുക്ക് വളഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നീളത്തിൻ്റെ ഭാഗത്തേക്ക് വളയുന്നത് ആ പേരുകൾ പറയുന്നുണ്ട്. ബോ എന്നും വീതി ഭാഗം വളയുന്നതിനെ കപ്പ് എന്നുമാണ് നമ്മൾ പറയുന്നത്. വളഞ്ഞു പോകാൻ പരിപാടി ഉണ്ടാവില്ല. നമ്മൾ ഈ പലക കറുത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞു പോകുന്നൊരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിനെ നീളനെ കിടന്നിട്ട് അത് വളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബോ എന്നും, വീതി ഭാഗമാണ് അതിൽ കാണിച്ചിട്ടുണ്ടായ ചിത്രത്തിൽ വളഞ്ഞു പോകുന്നതെങ്കിൽ നമ്മളതിനെ കപ്പ് എന്നും നമ്മൾ പറയുന്നു. ഭാഗങ്ങൾ വിവിധ രീതിയിൽ ചുരുങ്ങുന്നത് കൊണ്ട് മരത്തിൽ വരാവുന്ന തകരാറുകളാണ് കൊളാപ്സ്, ഹണി കോമ്പിങ്, ട്വിസ്റ്റ് തുടങ്ങിയവ. ഇതൊക്കെ സീസണിങ് മൂലം ഉണ്ടാകുന്ന തകരാറുകളാണ്. ഏതൊക്കെയാണ്? ബോ, കപ്പ്, ട്വിസ്റ്റ്, കൊളാപ്സ്, ഹണി കോമ്പിങ്. ഇതൊക്കെ എന്ത് മൂലം ഉണ്ടാകുന്നതാണ്? ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. സീസണിങ് നടത്തിയതിൽ ഉണ്ടാകുന്ന തകരാറുകളിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ബോ, കപ്പ്, ട്വിസ്റ്റ്,
ഹണി കോമ്പിങ്, അതുപോലെ തന്നെ കൊളാപ്സ്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? സീസണിങ്ങിൻ്റെ ഭാഗം. സീസണിങ് ശരിയായ രീതിയിൽ നടത്താത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് ഈ വെള്ളത്തിൽ മുക്കിയിടുക എന്നൊക്കെ പറഞ്ഞില്ല, അത് ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഒരു സൈഡ് മുങ്ങിപ്പോവും, ചില സൈഡ് മുങ്ങാണ്ട് കിടക്കും. അങ്ങനെയൊക്കെ വരുന്ന സീസണിങ്ങിൽ വരുന്ന അപാകതകൾ മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ. അപ്പം ഇങ്ങനെ 5 രീതിയിലാണ് ഡിഫക്റ്റ് ഉള്ളത്. അത് ജസ്റ്റ് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡിഫക്റ്റുകളെ കുറിച്ച് 5 തരത്തിലാണ് ഡിഫക്റ്റുകൾ നമുക്ക് ഉള്ളത്. അതിലേറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് നാച്ചുറൽ ഫോഴ്സും അതുപോലെ തന്നെ ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ആണ്. ഇതിൽ രണ്ടിലുമാണ് നമുക്ക് കൂടുതലായിട്ട് പേരുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ബോ എന്ന് തന്നിട്ട്, അപ്പോൾ ബോ ഏതിൻ്റെ ഭാഗമായിട്ട്, ഏത് ഡിഫക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഏത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റണം എന്താണ്? സീസണിങ്ങിൽ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിഫക്റ്റിൽ വരുന്നത്, 5 ടൈപ്പ് ഡിഫക്ട്സുകൾ. അടുത്തതാണ് നല്ല മരത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടിമ്പർ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, എന്നാലും വെറുതെ ഒന്ന് വായിച്ചു പോവാം. നല്ല കാലാവസ്ഥയിൽ ഗുണമുള്ള മണ്ണിൽ വളർന്നതായിരിക്കണം, ശരിയായ രീതിയിൽ സീസണിങ് ചെയ്തതായിരിക്കണം, വേണ്ടത്ര പഴക്കം ചെന്ന മരമായിരിക്കണം, ശരിയായ രീതിയിൽ സൂക്ഷിച്ച് വെച്ചതായിരിക്കണം, ഒരേ നിറമായിരിക്കണം, കടുനിറമുള്ളതും ഉറപ്പുള്ളതുമായിരിക്കണം. അതുപോലെ നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് കേട്ടോ, ഡിഫക്റ്റിനെയാണ് പറയുന്നത്. നോട്ട്സുകളും ഷെയ്ക്കുകളും ഉണ്ടാവരുത്, പോറലുകൾ ഏൽക്കാത്തതായിരിക്കണം, മുറിച്ചു കഴിഞ്ഞാൽ സുഗന്ധമുണ്ടായിരിക്കണം, മുട്ടുമ്പോൾ വ്യക്തമായ ശബ്ദമുണ്ടാക്കണം, അതുപോലെ മിഡിലറി റേസ് ഉറപ്പുണ്ടായിരിക്കണം, ആനുവൽ റിങ്ങുകൾ കൃത്യമായതും അടുത്തടുത്തുള്ളതും ആയിരിക്കണം, വാട്ടർ പെർമിയബിലിറ്റി കുറവായിരിക്കണം, കാലാവസ്ഥാ മാറ്റത്തിന് വിധേയമായി നിറത്തിനും ഗുണത്തിനും മാറ്റമുണ്ടാവരുത്, ഭാരം കൂടുതലുള്ള മരമായിരിക്കണം, മിനുസപ്പെടുത്താനും മറ്റു പണിത്തരങ്ങൾക്കും പറ്റിയതായിരിക്കണം. ഇതൊക്കെയാണ് നല്ല ഒരു മരത്തിന് വേണ്ട, അതായത് നമുക്ക് വർക്കിന് ഉപയോഗിക്കാൻ വേണ്ട നല്ലൊരു മരത്തിന് വേണ്ട അതിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ്സ് ഓഫ് ഫെല്ലിംഗ് ട്രീസ് പറയുന്നുണ്ട്. പൂർണ്ണ വളർച്ചയെത്തി ഉറപ്പ് വന്ന മരമാണ് മുറിക്കേണ്ടത്. വേനൽക്കാലത്ത് മുറിക്കുന്നതായിരിക്കും നല്ലത്. വേരിൻ്റെ അല്പം മുകളിലായിട്ട് മുറിക്കണം. ആദ്യം ഒരു വശത്ത് മുറിവുണ്ടാക്കുക, അതിനുശേഷം എതിർവശത്ത് അല്പം മുകളിലായിട്ട് മുറിക്കുക. മരത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറുകൾ കെട്ടി 4 ഭാഗത്തേക്കും വലിച്ചു കെട്ടുക. വീഴേണ്ട ഭാഗത്തെ കയർ വലിക്കുകയും എതിർഭാഗത്തേക്ക് അയച്ചു വിടുകയും ചെയ്യുക. മുറിച്ച ഭാഗം പൊട്ടി മരം താഴേക്ക് വീഴുന്നതാണ്. വീണ മരത്തിൻ്റെ ശിഖരങ്ങൾ കൊത്തിമാറ്റി തടി കഷ്ണങ്ങളാക്കുക. തൊലി ചെത്തി മാറ്റിയ ശേഷം കഴിഞ്ഞതും വേഗത്തിൽ അതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അടുത്തതാണ് മരം പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ ടിമ്പറിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞാണ് ടിമ്പറിൻ്റെ ഡിഫക്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ്, ഇതിലിപ്പോൾ ഒരു 14 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു 10 എണ്ണം ഒന്ന് മനസ്സിൽ വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 10 പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 5 പോയിൻ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 പോയിൻ്റ് പഠിക്കണം, എന്നാലും നമുക്കൊരു 5 പോയിൻ്റ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്താണ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ വരുന്നത്. പ്രിസർവേറ്റീവ്സ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിഫക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞതില്ലേ, ടിമ്പറിനുണ്ടാകുന്ന ഡിഫക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. ആ ഡിഫക്ട്സിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ടിമ്പറിനെ രക്ഷപ്പെടുത്താം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. രാസവസ്തുക്കൾ പുരട്ടിയ മരം കേടുകൂടാതെ സൂക്ഷിക്കുന്നത് ഈ വസ്തുക്കൾക്ക് മരം കേടുവരുത്തുന്ന ഫംഗസിനോടും മറ്റു പ്രാണികളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. താഴെ പറയുന്ന വസ്തുക്കളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പേരുകൾ മാത്രമേ ഉള്ളൂ, നെക്സ്റ്റ് PDF-ലാണ് അത് കിടക്കുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ പേരുകൾ മാത്രം നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം.
ഒന്നാമത് പറയുന്നത് ആസ്ക്യൂ ട്രീറ്റ്മെൻ്റ് ആണ്, രണ്ടാമത് പറയുന്നത് കോൾട്ടാർ ആണ്, മൂന്നാമത് പറയുന്നത് ക്രിയോസോട്ട് ഓയിലാണ്, പിന്നെന്താ കെമിക്കൽ സാൾട്ട്, ഓയിൽ പെയിൻറ്റ്, സോളിഗ്നം പെയിൻറ്റ്. ഇത്തരം വസ്തുക്കളാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നും, പക്ഷെ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്കറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതിലൊന്നാമത്തെ എന്താണ് ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റ്, രണ്ടാമത്തേതാണല്ലേ കെമിക്കൽ സാൾട്ട്, മൂന്നാമത്തത് കോൾട്ടാറ്, നാലാമത്തത് ഓയിൽ പെയിൻറ്റ്, അഞ്ചാമത്തത് ക്രിയോസോട്ട് ഓയിൽ, ആറാമത്തത് സോളിഗ്നം പെയിൻറ്റ്. ഇങ്ങനെയുള്ള 6 മെറ്റീരിയൽസുകളാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഭാഗം ഹൈഡ്രേറ്റഡ് ആർസനിക് പെൻഡോക്സൈഡും അതുപോലെ തന്നെ 3 ഭാഗം കോപ്പർ സൾഫേറ്റും 4 ഭാഗം പൊട്ടാസ്യം ഡൈക്രൈമേറ്റും ചേരുന്നതാണ് ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊടി രൂപത്തിലുള്ള ഈ വസ്തു 6 ഭാഗം എടുത്ത് 100 ഭാഗം വെള്ളത്തിൽ കലർത്തി മരത്തിൽ സ്പ്രേ ചെയ്യാം എന്നാണ്. അപ്പോൾ ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതിലുപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ എന്താണെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഹൈഡ്രേറ്റഡ് ആർസനിക് പെൻഡോക്സൈഡും കോപ്പർ സൾഫേറ്റ് അതുപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇത് 3ഉമാണ് നമ്മൾ ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പൊടി രൂപത്തിലാണ്. ഇതിൻ്റെ ഈ വസ്തു ഇതിനെ 6 ഭാഗം എടുത്ത് 100 ഭാഗം വെള്ളത്തിൽ കലർത്തി മരത്തിൽ സ്പ്രേ ചെയ്യുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് വരെയാണ് അതിൽ കൊടുത്തിട്ടുള്ളൂ. അതുവരെ ഞാനിപ്പോൾ ഇതിൽ എടുക്കണുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ടിമ്പറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.